ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരവും സ്നേഹവും അതിലുപരിയായിട്ട് സഹോദര തുല്യമായി കാണുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ലിജു ശബോലച്ചൻ, അടുത്ത കാലത്തെ സഹോദര തുല്യമായി സ്നേഹം കൈമാറുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ, കർത്താവിൽ പരിശുദ്ധമായിട്ടുള്ള മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന വന്യ ശുശ്രൂഷകർ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹം. പ്രത്യേകിച്ച് ലിജു ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ കഥയും പറഞ്ഞിരിക്കരുത്, പെട്ടെന്ന് തന്നെ പ്രസംഗമൊക്കെ നിർത്തിക്കൊള്ളണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ പ്രസംഗത്തിൻ്റെ താളുകൾ മറിക്കുവാനായിട്ട് തമ്പുരാൻ ശക്തി നൽകി ബലപ്പെടുത്തുന്നു. അച്ഛന് കുറച്ചു നാൾ മുമ്പ് പറഞ്ഞു, വൈകുന്നേരം പെരുന്നാളിൻ്റെ പ്രസംഗം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോഴ് അന്ന് മുതൽ ഞാനിങ്ങനെ ആലോചിക്കുക, എന്താണ് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയേണ്ടത്, എന്താണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടത്. ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് റഫറൻസുകളൊക്കെ നോക്കി. പക്ഷേ ഒന്നിലും എനിക്ക് തൃപ്തിപ്പെടുന്നില്ലായിരുന്നു. കാരണം പറയേണ്ട വാക്കുകൾ എന്താണെന്ന് നീ നിൽക്കുന്ന നിമിഷത്തിൽ ഞാൻ നിന്റെ വായിൽ തരുമെന്നാണ് തമ്പുരാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, ചുമ്മാ കഥയും പറഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധനായിട്ടുള്ള ഗീവർഗീസ് സഹോദരയുടെ ചരിതം അല്ലെങ്കിൽ ചരിത്രം, ഹിസ്റ്ററി നമുക്കറിയാം. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? അറിയത്തില്ലേ? ഗീവർഗീസ് സഹോദരയുടെ ചരിത്രം നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഗീവർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത്, നല്ലൊരു പോരാളിയായിരുന്നു എന്നുള്ളത്, അതിലുപരി നല്ല ഒരു പ്രവാചകനായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. കാരണം അത്രമാത്രം ഗീവർഗീസ് ദൈവത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഗീവർഗീസിന്റെ നാട് കപ്പഡേഷ്യയിൽ ആയിരുന്നു. അവിടെ ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നാട് ചുറ്റിയൊക്കെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ ദൈവമാണ് വലുത് എന്ന്, ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് വലുതെന്ന് പഠിച്ചതും പഠിപ്പിച്ചതും ആ പരിശുദ്ധനായിട്ടുള്ള ഗീവർഗീസാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് ഒന്നിനും ഒരിക്കലും കുറവുകളില്ല എന്നുള്ള ബോധ്യമുണ്ടായത് സഹദായുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ ഈ സന്ധ്യയിൽ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം 20-21 വാക്യങ്ങളാണ്. കാരണം 2 വാക്ക് ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്, 2 വാക്ക് ഈ ദേവാലയത്തിൽ നിന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നാളുകളായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേദഭാഗം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും. ഈ ഒരു വേദഭാഗം ഞാനിത് വായിച്ചെടുത്ത വേദഭാഗമല്ല. പിന്നെയോ ഞാൻ ചില സമയങ്ങളിൽ ഈ വേദ പുസ്തകം ഇങ്ങനെ ഒന്ന് മറിക്കും, അതിൽ കിട്ടുന്ന വേദഭാഗം ഞാനൊന്ന് നോക്കും എങ്ങനെയുണ്ടെന്ന്. എൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്യാറില്ലേ?
ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. വേദപുസ്തകം എവിടേക്കെങ്കിലും പോകുവാനായിട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴോ ഞാൻ വേദപുസ്തകം മറിച്ചൊന്ന് നോക്കും, അതിനകത്ത് തമ്പുരാൻ എന്താ പറയുന്നതെന്നുള്ളത്. ഇന്നത്തെ ഈ ചിന്തയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്ന് വേദപുസ്തകം തുറന്നപ്പോൾ കിട്ടിയ വേദഭാഗമാണിത്. 2 നിവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. 6-ാം അധ്യായം മുഴുവൻ ശലോമോൻ രാജാവ് ദൈവസന്നിധിയിൽ പറയുന്ന കാര്യങ്ങളും ജനത്തോട് പറയുന്ന കാര്യങ്ങളുമാണ് ഈ 6-ാം അധ്യായവും 7-ാം അധ്യായവും മുഴുവൻ. കാരണം തൻ്റെ അപ്പന് ചെയ്യുവാനായിട്ട് സാധിക്കാത്ത കാര്യം തൻ്റെ അപ്പന് ചെയ്യിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനോട് ദൈവം പറഞ്ഞ കാര്യം തൻ്റെ മകൻ മുഖാന്തരം അത് പൂർത്തീകരിക്കണം വരുത്തിയതിനു ശേഷം ശലോമോൻ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയാണ് ഈ 6-7 അധ്യായങ്ങൾ. അതിൽ കുറച്ചൊക്കെ സ്ട്രൈക്ക് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് 20-21 വാക്യങ്ങൾ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കണമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ പാർത്തരുള്ളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചനകളെ അവിടുന്ന് കേൾക്കണമേ. നിന്റെ വാസ സ്ഥലത്ത് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഒന്നും കൂടെ വായിക്കാം. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കണമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ പാർത്തരുളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചനകളെ കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഈ 2 വാക്യങ്ങളിൽ പെട്ടെന്ന് മനസ്സിലൂടെ കടന്നുപോയ 1-2 ചിന്തകളുണ്ട്. ഒന്നാമതായിട്ട് ശലോമോൻ രാജാവ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തോട് ശലോമോന്റെ പ്രാർത്ഥന അത് ശലോമോന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ അത് വായിക്കുവാനായിട്ട് സാധിക്കും, കാണുവാനായിട്ട് സാധിക്കും. കാരണം ശലോമോൻ ഒരിക്കലും ഇത് പറയുവാനായിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള ക്വാളിറ്റിയും അല്ലെങ്കിൽ ശലോമോൻ ഇത് പറയുവാനായിട്ട് ഒരിക്കലും സാധിക്കുന്നില്ല. അതിന് എന്താ കാരണം എന്നുള്ളത് 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോട് കൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. ഇതാണ് ശലോമോൻ പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തോട് യാചിക്കുവാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഈ ദൈവ സന്നിധിയിൽ പരിശുദ്ധനായിട്ടുള്ള ഗീവർഗീസ് സഹനായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ദേവാലയത്തിൽ നാം ആയിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, രാവും പകലും അവിടുന്ന് തൃക്കൺ പാർക്കുന്ന ഒരു ആലയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം. രാവും പകലും തൃക്കൺ പാർത്തുകൊണ്ട് ദൈവം കൂടാരത്തിൽ വസിക്കുമോ എന്ന് ചോദിച്ച ശലോമോൻ ആ ദൈവത്തിന് വേണ്ടി പണിതതായിട്ടുള്ള ആ വലിയ മന്ദിരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവന് ഈ ആലയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധമായിട്ടുള്ള മദ്ബഹ, പരിശുദ്ധ മദ്ബഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിതാക്കന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത്? സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാണ്. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നമ്മുടെ നേർച്ചകളെ, നമ്മുടെ കാഴ്ചകളെ
നമ്മുടെ യാചനകളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ എല്ലാം സമർപ്പിക്കുന്നത് അവന്റെ പാദപീഠത്തിലാണ്. ആ പാദപീഠത്തിലാണ് ബലികളെയും അർപ്പിക്കപ്പെടുന്നത്. ആ പാദപീഠത്തിൽ വസിക്കുന്നവനായ, അല്ലെങ്കിൽ ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ വസിക്കുന്നവനായ തമ്പുരാന് അവൻ രാവും പകലും തൃക്കൺ പാർക്കുകയാണ്. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, എന്താ, ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ പിന്നെ 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 എപ്പോഴാ പള്ളിയിലേക്ക് വരണ്ടേ? പിന്നെ എപ്പോഴാ പള്ളിയിലേക്ക് വരണ്ടേ? കഴിഞ്ഞ പാഷൻ വീക്കില് എനിക്ക് ബോധ്യമുള്ള കാര്യം, ഞാനിവിടെ വന്ന് പ്രിയപ്പെട്ട ലിജുവച്ചൻ്റെ കൂടെ ഇവിടെ നമസ്കാരം കഴിച്ചതാണ്. സന്ധ്യയ്ക്കും രാത്രിയിലും, രാത്രി 12 മണിക്കും ഒക്കെ ഇവിടെ നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അറിഞ്ഞായിരുന്നോ നിങ്ങളൊക്കെ? അച്ഛൻ്റെ സ്റ്റാറ്റസ് കണ്ട് ചിലപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ? ഇവിടെ പ്രാർത്ഥന ഉണ്ടെന്നുള്ള കാര്യം അച്ഛൻ്റെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കി, ഇന്ന് രാത്രി പ്രാർത്ഥന എവിടെ നടത്തപ്പെടുന്നുണ്ട്, ഇന്ന് സന്ധ്യാപ്രാർത്ഥന എവിടെ നടത്തപ്പെടുന്നുണ്ട്. രാവും പകലും തൃക്കൺ പാർക്കുന്ന തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സമയമില്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ, തീർച്ചയായിട്ടും അത് കഴിയണം. ഇനി മുതൽ അത് കഴിയണം. കാരണം ദീർഘനാള് പ്രാർത്ഥിച്ച്, ദീർഘനാള് ദൈവസന്നിധിയിൽ യാതനപേക്ഷ കിട്ടിയ ആലയമാണിത്, അല്ലേ? അങ്ങനെയല്ലേ? ഹിസ്റ്ററി അങ്ങനെയാണെന്നാണ് എനിക്ക് അറിവുള്ളത്. കാരണം ഈ ദേവാലയത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ പിതാക്കന്മാരുണ്ട്. ഈ ദേവാലയത്തിൽ നിന്നും അകന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട മാതാപിതാക്കളുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന ഈ ദേവാലയത്തിനുണ്ട്, ഇല്ലേ? അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ ഈ ദേവാലയത്തിനുണ്ട്. കാരണം ഒരു നിമിഷമെങ്കിലും ദൈവസന്നിധിയിൽ ആ സ്വന്തമായിട്ടുള്ള ആലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണമേ എന്നുള്ള ആഗ്രഹം. എന്നാല് തമ്പുരാൻ മോശയോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ കാണിക്കുന്നില്ല, ഞാൻ നിന്നെ പുത്തനാം യെരൂശലേം ആ പാലും തേനും വീഴും കനാൻ ദേശം കാണിക്കുന്നില്ല. അത് കാണിക്കുവാനായിട്ട് നിന്റെ തലമുറകളെ ഞാൻ കാണിക്കും. ദൈവസന്നിധികൾ തലമുറകളായി വന്ന് തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, രാവും പകലും തൃക്കൺ പാർത്തുകൊണ്ട് അവൻ നമ്മോട് ഒപ്പമുണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്, കേട്ട് ക്ഷമിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്, എന്റെയും നിന്റെയും ജനത്തിന്റെയും വരുവാനിരിക്കുന്ന ജനത്തിന്റെയും യാചനകൾ കേൾക്കണമേ, സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ എന്നുള്ളതാണ് ശലോമോന്റെ പ്രാർത്ഥന. 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളില് രാവും പകലും ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും കേൾക്കുവാനായിട്ട്, അതിന് ഉത്തരമരുളുമ്പോൾ അത് ശ്രവിക്കുവാനായിട്ട് തൻ്റെ ജനത്തെ ദൈവം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ ജനത്തെ കാണുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ പഴയ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വല്യമ്മച്ചിമാരെ, അവര് രാവിലെ വീട്ടില് അടുക്കളയിലൊന്നും അങ്ങനെ കയറാറില്ല, അല്ലേ? അങ്ങനല്ലേ? എൻ്റെ അമ്മ രാവിലെ അടുക്കള കയറാറില്ല. രാവിലെ പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് അടുക്കളയിലോട്ട് കയറുന്നത്. അതും പ്രത്യേകിച്ച് അമ്മച്ചിമാര് പണ്ട് കാലങ്ങളിൽ ഈ ചട്ടയും മുണ്ടും ഒക്കെയാണ് കൊടുത്തോണ്ട് പോയിക്കൊണ്ടിരുന്നത്. എന്ത് കളറായിരുന്നു അതിന്? എന്ത് കളറായിരുന്നു? വൈറ്റ് ആയിരുന്നത്. വെള്ള വസ്ത്ര, ശുഭ്ര വസ്ത്രധാരികളായിട്ടാണ് ഒരു പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോ പള്ളിയിൽ പോകുന്നത് എങ്ങനെയാ? അച്ഛൻ വരുമ്പോൾ വെള്ളയിടുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കറുപ്പിടുന്നു. അച്ഛനെ പിന്നെ മൾട്ടി കളർ ഇടാൻ പറ്റുമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇട്ടുകൂടാ, അല്ലേ? അമ്മച്ചിമാര് അവര് രാവിലെ ഉടുക്കുന്ന ചട്ട, അല്ലെങ്കിൽ ചട്ടയും മുണ്ടും നീരിനും ഒക്കെ അവർ ഉടുത്തുകൊണ്ട് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നേ? എന്തു ചെയ്യും? അലക്കാനിടുവോ? ഇല്ല, അത് ഉണക്കാനിടും. അലക്കാനിടത്തില്ല, അത് ഉണക്കാനിടും. ഉണക്കി ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുവര്.
പള്ളിയിൽ പോകുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യം അതായിരുന്നു. അമ്മച്ചിമാർ മാത്രമല്ല, നമ്മുടെ അച്ചായന്മാരും അപ്പച്ചന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? നല്ല തൂവുള്ള ഉടുപ്പും നല്ല മുണ്ടുമൊക്കെ എടുത്ത് ഭംഗിയായിട്ട് പള്ളിയിൽ പോകുമായിരുന്നു, അല്ലേ? പള്ളിയിൽ പോയി ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥന കഴിക്കുമായിരുന്നു. എങ്ങനെയാണ് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നത്? കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന. അവർ പ്രാർത്ഥന കഴിക്കുന്നത് അങ്ങനെയായിരുന്നു. രാവും പകലും ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുന്നത് തൻ്റെ മക്കൾക്കും തൻ്റെ മക്കളുടെ മക്കൾക്കും തൻ്റെ സഹോദരങ്ങൾക്കും തൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴ് നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? സെൽഫ് പ്രയറാണ്, അല്ലേ? സെൽഫ് പ്രയറാണ് നമ്മളൊക്കെ. നമുക്ക് വേണ്ടി മാത്രം ഒതുങ്ങുന്നതായിട്ടുള്ള പ്രാർത്ഥന, നമുക്ക് വേണ്ടി മാത്രം അത് ഒതുങ്ങിത്തീരുകയാണ്. ഞാൻ, എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ. ഇത് മാത്രമായി ഒതുങ്ങുന്നതായിട്ടുള്ള പ്രാർത്ഥന. ശലോമോൻ പക്ഷേ പ്രാർത്ഥിച്ചത് അങ്ങനല്ല. തമ്പുരാനെ, വരുവാനിരിക്കുന്ന ജനത്തിനും ഈ ജനത്തിനും നിന്റെ ജനത്തിനും അവിടുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആലയത്തിലേക്ക് തൃക്കൺ പാർത്തുകൊള്ളണമേ, രാവും പകലും തൃക്കൺ പാർത്തുകൊള്ളണമേ എന്നാണ് പഴയ നിയമ പുസ്തകത്തിൽ പറയുന്ന കാര്യം. 40 രാവും 40 പകലും. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 40 രാവും 40 പകലും യഹോവ ഈ ഭൂമിയിൽ മഴ പെയ്യിച്ചു. ദോഷികളായിട്ടുള്ള മനുഷ്യർ വസിക്കുന്നതായിട്ടുള്ള ഇടത്തിൽ ശുദ്ധീകരണം നടത്തുവാനായിട്ട് 40 രാവും 40 പകലും അവൻ മഴ പെയ്യിച്ചു എന്നുള്ളതാണ്. ശുദ്ധീകരണം നടത്തിയിട്ട് നോഹയോട് ദൈവം പറഞ്ഞു, ഇനി എൻ്റെ ജനത്തെ, ഇനി എൻ്റെ വരുവാനിരിക്കുന്ന ജനത്തെ ഒക്കെയും കാക്കുവാനായിട്ട്, ഒക്കെയും മുമ്പോട്ട് നയിക്കുവാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ 40 രാവും 40 പകലും യഹോവയുടെ മുമ്പിൽ, കർത്താവിന്റെ മുമ്പിൽ മോശ ഇരുന്ന് പ്രാർത്ഥിച്ചു. രാവും പകലും ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ച മോശ ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നോ? മോശയും ദൈവവും തമ്മിൽ എവിടെയാ മോശ കയറി പ്രാർത്ഥിച്ചതെന്ന് പറയുന്നത്? എവിടെയാ പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്? അത് അടുത്ത അച്ഛനോട് പറയണം കേട്ടോ, എവിടെയാ മോശ ഇരുന്ന് പ്രാർത്ഥിച്ചതെന്നുള്ളത്. മോശയും ദൈവവും തമ്മിൽ ഈ 10 കൽപ്പനകൾ എഴുതിയ ഒരു സ്ഥലമുണ്ട്. എവിടാ? കുഞ്ഞുങ്ങൾ പറഞ്ഞു. സീനായി മലയിൽ മോശ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന് ഭക്ഷണം കഴിക്കണ്ടായിരുന്നു. അവന് വിശന്നില്ല, അവന് ദാഹിച്ചില്ല. 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ അവനായിരുന്നപ്പോൾ അവന് വിശപ്പ് മറന്നു എന്നുള്ളതാണ്. അവന് വിശക്കുവാനായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. മോശ ഇസ്രായേൽ ജനത തെറ്റ് ചെയ്തപ്പോൾ, മോശയെ കാണാതിരുന്നപ്പോൾ, താഴെ ഇറങ്ങി വരുമ്പോൾ മോശ കാണുന്നത് അഹരോന് ഒരു കാളക്കുട്ടിയെ ഇസ്രായേൽ ജനം പറഞ്ഞിട്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിനു മുമ്പിൽ ആരാധിക്കുന്ന ഇസ്രായേൽ ജനതയെ കണ്ടിട്ടാണ് മോശ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഭക്ഷണം പോലും വെള്ളം പോലും ഉപേക്ഷിച്ച് 40 രാവും 40 പകലും ഞാൻ ദൈവത്തോട് ഇരുന്ന് വാങ്ങിയതാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലാണെന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നീ പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. അതാ അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യുമെന്ന് യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ ഗ്രന്ഥം എപ്പോഴും നിന്റെ ആദരത്തിൽ ഉണ്ടായിരിക്കണം,
അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നീ പാലിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യുമെന്നുള്ളത്. രാവും പകലും ദൈവസന്നിധിയിൽ ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. പ്രിയമുള്ളവരെ, അതിനായിട്ടാണ് മനോഹരമായ ഈ ദേവാലയം ദൈവം നമുക്ക് നൽകിയത്. അതിനായിട്ടാണ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയും നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നമ്മെ പഠിപ്പിച്ചത്. അതിനായിട്ടാണ്. ഒരിക്കല് വെല്ലൂർ സ്നേഹഭവനിൽ ഒരു 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ രോഗമായിട്ട് സ്നേഹഭവനിലേക്ക് കടന്നു വന്നു. രാത്രിയിൽ ഒരു 9 മണിക്ക് പ്രിയപ്പെട്ട കുഞ്ഞിനെയും കൊണ്ട് അപ്പനും അമ്മയും വണ്ടി വിളിച്ച് നാട്ടിൽ, ഇടുക്കി ജില്ലക്കാരാണ്, ഇടുക്കിയിൽ നിന്നാണ് അവർ വന്നത്. രണ്ടുപേരും ഹിന്ദു റിലീജിയനിൽപ്പെട്ട അവരാണ്. അവർ കടന്നു വന്ന് 9 മണിക്ക് വന്നപ്പം ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛന്മാരൊക്കെ ഒന്ന് എല്ലാ മുറികളിലും പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് മുകളിലോട്ട് കയറി ചെന്ന സമയത്ത് ഇവരെ ആ ക്യാൻറ്റീൻ്റെ തൊട്ടടുത്താണ് താമസിപ്പിച്ചിരുന്നത്. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് ശബ്ദമില്ല. 9 മാസം പ്രായമുള്ള കുഞ്ഞാണ്, പെൺകുഞ്ഞാണ്. ശബ്ദമില്ല. ശബ്ദത്തിന് പകരം ഈ ശ്വാസമാണ്. അതായത് കരഞ്ഞ് 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 ഈ കുഞ്ഞിന്റെ സൗണ്ട് പോയി പിന്നെ എന്തോ വരുന്നത് ശ്വാസമായി. ഈ ശ്വാസം വിടുന്ന സൗണ്ട് ഇല്ലേ, അതാണ് വരുന്നത്. കരഞ്ഞ് കരഞ്ഞ് അതിൻ്റെ തൊണ്ടയെല്ലാം പോയി ശ്വാസമാണ് വെളിയിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ കുഞ്ഞിങ്ങനെ, എന്താ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വെച്ചാൽ ഇതുപോലെ നാട്ടിൽ 1-2 ഹോസ്പിറ്റലൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് രാത്രിയിൽ തന്നെ പീഡിയാട്രിക് എമർജൻസിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് 3rd സ്റ്റേജിലാണ്, 3rd-ലോ 4th-ലോ ആണ്. ഈ രക്ഷിക്കുവാനായിട്ടൊന്നും സാധിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ ഇവനോട്, ഈ അപ്പനോട് വന്ന് പറഞ്ഞു, മോനെ ഇങ്ങനെയാണ്, രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല, നിന്റെ കയ്യിലുള്ള പൈസയൊക്കെ പോവും എന്നുള്ളതാണ് അറിയുവാൻ സാധിക്കുന്നത്, നീ എന്താ ചെയ്യേണ്ടതെന്ന് അവനോട് ചോദിച്ചു. അവന് പറഞ്ഞു, അച്ഛാ, ഞാനന്ന് അവളെ എടുത്ത് ലാളിച്ച് കൊതി തീർന്നിട്ടില്ല. എന്തിന്? ഞാനൊന്ന് കണ്ട് കൊതി തീർന്നിട്ടില്ല. ഞാൻ അവളോട് കെട്ടിപ്പിടിച്ചൊന്ന് ഉറങ്ങിയിട്ട് കൊതി തീർന്നിട്ടില്ല. ഞാൻ അന്നേരം ചിന്തിച്ചു, എൻ്റെ മൂത്ത മോന് അന്ന് 11 മാസമായിരുന്നു. അവന് ജനിച്ചിട്ട് 11 മാസമായി. അപ്പോൾ കൊറോണ സമയത്താണ് അവൻ ജനിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഞാൻ അവനെ വെല്ലൂരിലേക്ക് കൊണ്ടുവന്നത്. കാരണം അവനോടൊത്ത് കളിക്കാനും ജയിക്കാനും ഒക്കെ ഇടയാകണമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ അവനെ ബോംബെയിൽ ജനിച്ച് അവനെ നാട്ടിലേക്ക്, അവനെ വെല്ലൂരിലേക്ക് അവനെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ കുഞ്ഞിനെയാണ്. എൻ്റെ കുഞ്ഞിന് ഇതായിരുന്നെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ ഞാൻ ഇവനോട് പറഞ്ഞു, നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ കയ്യിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് 30,000 രൂപ മാത്രമാണ്. പക്ഷേ പിന്നീടുള്ള അവൻ്റെ മുമ്പോട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. BMT കഴിഞ്ഞു എന്നുള്ളതാണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും കഴിഞ്ഞ് സുഖം പ്രാപിച്ച് അവിടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അതിനു മുമ്പ് അവനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നീ എന്താണ് ഇതിനു വേണ്ടി ചെയ്തത്? അപ്പോഴേ സ്നേഹമോന് ഒരു കുഞ്ഞ് ചാപ്പലുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാവും പകലും അച്ഛൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് അച്ഛൻ കണ്ടില്ലായിരുന്നു. രാവും പകലും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് അച്ഛൻ കണ്ടില്ലേ? ഞാൻ ചോദിച്ചു, നീ നിന്റെ കുഞ്ഞിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? അല്ല. കാരണം അവന്റെ കുഞ്ഞ് അഡ്മിറ്റ് ആയിട്ടുള്ള അതേ ഹോസ്പിറ്റൽ പീഡിയാട്രിക്കിന്റെ ഒരു 7 നിലയില് അതുപോലെയുള്ള അനേക കുഞ്ഞുങ്ങൾ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, ഞാൻ പ്രാർത്ഥിച്ചത് ആ നിലകളിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു സെൽഫിഷ് ആയിട്ട് മാറത്തില്ലേ?
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചുവെന്നും നമുക്കൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായാൽ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്ന് ഓർത്താൽ ഒരുപക്ഷെ അങ്ങ് വലിയൊരു വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പുറകിലേക്ക് ഈ ദേവാലയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒന്ന് പുറകിലേക്ക്. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്ന ഈ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കഴിക്കേണ്ടത് രാവും പകലും നിന്റെ ആലയമായിട്ടുള്ള, നീ സെൽഫായിട്ട് വെച്ചിരിക്കുന്ന നിന്റെ ദേഹമായിട്ടുള്ള ഈ ആലയത്തിൽ നിന്ന് ഉരുവിടുന്നതായിട്ടുള്ള വാക്കുകൾ, അത് വന്നു നിറയേണ്ട സ്ഥലങ്ങള് ഒന്ന് നിന്റെ കുടുംബമാണ്, അതൊരു ആലയമാണ്. രണ്ട്, നിന്റെ പള്ളിയാണ്. ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകണം. പിതാക്കന്മാർ പറയുന്നത് പ്രാർത്ഥനകൾക്ക് പിശക് വരും, പ്രാർത്ഥനകൾക്ക് തെറ്റുവരും. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഏതാണെന്നാണ് പറയുന്നത്? ഏത് പ്രാർത്ഥനയാണ്? ഒറ്റ പ്രാർത്ഥനയുള്ളൂ പിശക് കൂടാതെ പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുന്ന പ്രാർത്ഥന. ഏതാ? കുരുടൻ റോഡ് സൈഡിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഏത് പ്രാർത്ഥനയായിരുന്നു? ദാവീദ് പുത്ര, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. That's all. നീ വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട, നീ വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട. കാരണം ഈ പ്രാർത്ഥന തന്നെ അധികമാണ്. ദാവീദ് പുത്ര അടിയനോട് കരുണ തോന്നണമേ, കുറിയേലായിസോൻ എന്ന് എപ്പോഴും ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിന്റെ ആവശ്യങ്ങൾ നീ പറയേണ്ട കാര്യമില്ല, നിനക്ക് വേണ്ടത് എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ പറയേണ്ട കാര്യം ദാവീദ് പുത്ര അടിയനോട് കരുണ തോന്നണമേ. കാരണം നിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഉരുവായിരിക്കുന്ന സമയത്ത് തന്നെ വിളിച്ചു ചേർത്തവനാണവൻ. നിന്നെ നീ ജനിക്കുമ്പോൾ തന്നെ നിന്നെ കണ്ടവനാണവൻ. അവനറിയാം നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുവാൻ പോകുന്നതെന്നും എന്തൊക്കെയാണ് നിനക്ക് വേണ്ടതെന്നും എന്തൊക്കെയാണ് ആവശ്യമെന്നും തമ്പുരാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് പിശക് വരാതെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകണം. എന്നാൽ ശലോമോൻ പറയുന്നു, കർത്താവേ പിശക് വന്നാൽ അടിയനോട് ക്ഷമിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അടിയനോട് ക്ഷമിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ, ഞാൻ യാചിക്കുന്നതിൽ, ഞാൻ അപേക്ഷിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അടിയനോട് ക്ഷമിച്ചു കൊള്ളണമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു, അതിന് ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹോറേബിലേക്ക് എത്തിയെന്നാണ്. ആരാ? 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 ഏലിയ. ഏലിയ, ഏലിയ പ്രവാചകൻ 40 രാവും 40 പകലും അവന് ഈ യാത്ര ചെയ്തത് ആര് കൊടുത്ത ഭക്ഷണം കൊണ്ടാണ്? ആര് കൊടുത്ത ഭക്ഷണം കൊണ്ടാണ്? ആര് കൊടുത്ത ഭക്ഷണം കൊണ്ടാണ്? ഈ ഭക്ഷണങ്ങൾ ഇരിക്കുന്നതായിട്ട്, ഭക്ഷണവും വെള്ളവും ഏലിയ ഉറങ്ങിക്കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിക്കുന്ന തന്റെ സൈഡിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു, തന്റെ തലയുടെ സൈഡിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. ആര് കൊണ്ട് കൊടുത്തേന്? ദൂതൻ കൊടുത്ത, ദൂതൻ കൊടുത്ത ഭക്ഷണം, ദൂതനായിട്ട് കൊണ്ട് കൊടുത്ത ഭക്ഷണമാണ്. അഗ്നി തുളുമ്പുന്ന പരിശുദ്ധമായിട്ടുള്ള ഈ ത്രോണോസിൽ നിന്ന് അഗ്നി തുളുമ്പുന്ന അഗ്നിമയന്മാർ വിറകുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഈ പരിശുദ്ധമായിട്ടുള്ള ബലിപീഠത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ശക്തി പകരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ആത്മാവിനും ശക്തി പകരുന്നതാണ്. രാവും പകലും നിനക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഇടയാകുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ബയോളജിക്കലായിട്ട് ഒരു ഭക്ഷണത്തിന്റെ അംശം ഏകദേശം 40 ദിവസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്, അല്ലേ? ഈ പോയിസണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ 40 ദിവസം ഉണ്ടാകുന്നതാണ്. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്, അവർക്കാണ് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാവുന്നത്. 40 ദിവസം നമ്മുടെ ഉള്ളിൽ ഇതുണ്ടാകുമെന്നതാണ്. പ്രിയമുള്ള
സഹോദരങ്ങളെ, രാവും പകലും തൃക്കൺ പാർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന തമ്പുരാന്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സെയിന്റ് ജോർജ് എന്ന് പറയുന്ന ആ വിശുദ്ധൻ, കപ്പഡേഷ്യക്കാരനായിട്ടുള്ള സെന്റ് ജോർജ് എന്ന് പറയുന്ന സൈനികൻ, അവന് നടന്നു പോകുന്ന അവസരത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ബാലികയെ കാണുകയും എന്താണ് നിന്റെ ചരിത്രമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന ഇന്ന കാരണങ്ങളാണെന്ന് സെന്റ് ജോർജിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അവൻ ആ സഹത ചെയ്ത ഒരേ ഒരു കാര്യമാണ്. എന്താ ചെയ്തെന്നറിയാമോ? എന്തുവാ? വ്യാഴി വരുന്ന സമയത്ത് സഹത ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താ ചെയ്തേ? ആ വ്യാളിയെ നോക്കി ഒന്ന് കുരിശു വരച്ചു എന്നുള്ളതാണ്. വ്യാളിയെ നോക്കി ഒന്ന് കുരിശു വരച്ചു എന്നുള്ളതാണ്. അവിടെ നിന്നും ഈ കുരിശിന് അത്രമാത്രം ശക്തിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ടാണ് പറഞ്ഞത്. സഹതായുടെ നാമത്തിൽ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാൾ മഹാമഹമാകും, പെരുന്നാൾ ആഘോഷമാകും, പെരുന്നാൾ ഉത്സവമാകും. ഇതൊക്കെ ആയാലും നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പെരുന്നാൾ നാളെ രാവിലെ ഇവിടെ മുറിക്കപ്പെടുന്ന ക്രിസ്തുവാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ബലിപീഠത്തിൽ മുറിക്കപ്പെടുന്നതായിട്ടുള്ള ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോഴാണ് ആ പെരുന്നാളിലെ ഭാഗവാക്കാകുന്നത്. ഒന്ന് കുരിശു വരച്ചാൽ രക്ഷയുടെ ആ വലിയ സംരക്ഷണം നമുക്കുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹത 3 വട്ടം അദ്ദേഹത്തെ കൊല്ലുവാൻ, ഒത്തിരി വട്ടം കൊല്ലുവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും അവസാനം 3 വട്ടമാണ് അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് നോക്കിയത്. ഒന്ന് പാട്ടുകളിലൊക്കെ പാടുന്നുണ്ട്, ചക്രത്തിന്മേൽ അവനെ കയറ്റി നിർത്തിക്കൊണ്ട് കൊല്ലുവാനായിട്ട് നോക്കി. 2, ദുർമന്ത്രവാദിയുടെ കയ്യിൽ വലിയ മാരകമായിട്ടുള്ള വിഷം കൊടുത്ത് അവനെ കഴിപ്പിച്ച് കൊല്ലുവാനായിട്ട് നോക്കി. 3, വലിയ ഉരുക്ക് പോലുള്ള ഈയത്തിൽ അവനെ ഇട്ട് കൊല്ലുവാനായിട്ട് നോക്കി. ഇവിടെയൊക്കെയും വളരെ നിഷ്പ്രയാസമാണ് അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് പറയുന്നു, എൻ്റെ നാമത്തിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ അവർക്ക് ഉത്തരമരുളണം, നീ അവർക്ക് ഉത്തരമരുളണം. ഉത്തരമരുളുന്ന തമ്പുരാന്റെ മുമ്പിലാണ് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്നത്. ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, നീ ഈ ചെറിയൊരു ദേവാലയത്തിൽ ഒതുങ്ങുന്നവനല്ല, എങ്കിലും നിനക്കായിട്ട് ഞാൻ പണിതിരിക്കുന്ന ഈ ദേവാലയത്തിൽ വന്ന് ഇറങ്ങി ആവസിച്ച് അവിടുന്ന് ഞങ്ങൾക്കായിട്ട് അനുഗ്രഹം ചൊരിയണം. പരിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടുകൂടി, നിറഞ്ഞ അനുഗ്രഹത്തോടുകൂടി ഭവനങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് ഈ പെരുന്നാള് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഈ പെരുന്നാളിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട വികാരിയായിട്ടുള്ള ബിജു ശാമുവേൽ അച്ഛനോടും ദേവാലയത്തിൻ്റെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള ഒറ്റ വാക്കിലുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടി എല്ലാവരെയും കാണുവാനായിട്ട് ഇടയാകുന്നതിൽ ഒത്തിരി സന്തോഷം. ബലഹീനമായിട്ടുള്ള വാക്കുകൾ കേട്ടിരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിച്ചത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. എന്നാലും പരിശുദ്ധന്റെ പെരുന്നാൾ അനുഗ്രഹമുള്ളതായി തീരട്ടെ, അതിന് സർവശക്തൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മാത്യു അച്ഛനോടും പ്രിയ ലിജു അച്ഛനോടും കൊച്ചമ്മമാരോടും ഒക്കെയുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.